ഹായ് ഹലോ എല്ലാവർക്കും സാരസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഒരു ഹാൻഡ് സാനിറ്റൈസറാണ്. ഇതേ കൈയുണ്ട്, നമുക്കിങ്ങനെ റബ്ബ് ചെയ്ത് എടുക്കാവുന്ന. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 4 സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഐസോപ്രോപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോളാണിത്. കണ്ടില്ലേ, ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കോട്ടൺ കൊണ്ട് നമ്മൾ കയ്യിലോ എവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന അവിടെ വെച്ചൊന്ന് ഇതാക്കില്ലേ, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണത്. സെയിം അതാണത്. പിന്നെ എസൻഷ്യൽ ഓയിൽ, അത് ഞാൻ ഇന്നതെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ 10 ml എടുത്തിട്ടുണ്ട് കേട്ടോ, മറ്റോ 100 ml വേണം. പിന്നെ അലോവേര ജെൽ, ഇത് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്, ഞാൻ മേടിച്ചതല്ല, വീട്ടിലുള്ള കറ്റാർവാഴയിൽ നിന്ന് എടുത്തതാണ്. കണ്ടോ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്ലിസറിൻ. ഗ്ലിസറിൻ നമ്മുടെ കൈ സോഫ്റ്റ് ആക്കാനും പിന്നെ എന്താ പറയുക, ഇത് ഇത്രയാണ് വേണ്ടത്, 15 ml. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറേ പേർക്കെങ്കിലും, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുതരാം. പിന്നെ ഇതുപോലൊരു ബോട്ടിൽ, പിന്നെ ഇതുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് വേണം. പിന്നെ ഒരു പാത്രം, പിന്നെ ഒരു ഫണൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ. ഈ പാത്രം എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്യാനാണ്, ഫണൽ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക്. ആദ്യം 100 ml ഈ ഐസോപ്രോപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊക്കെ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ നല്ല ക്ഷാമമുള്ള കാലമാണല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അലോവേര ജെൽ, നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണല്ലോ അലോവേര ജെൽ, അറിയാമായിരിക്കുമല്ലോ. നമ്മൾ മുഖത്തും തലയിലും ഒക്കെ തേക്കാറുണ്ട്, ഡാൻഡ്രഫിനൊക്കെ നല്ലതാണ്. മുഖക്കുരു അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ അലോവേര ജെൽ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആൽക്കഹോൾ അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് നല്ല കട്ടിയായിരിക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കറ്റാർവാഴ നമ്മൾ മുറിക്കുമ്പോണ്ടല്ലോ ഒരു ചെറിയൊരു മഞ്ഞ കറ പോലെ ഉണ്ടാകും, അത് ഫുൾ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് എടുക്കാൻ കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക എപ്പോഴും. പിന്നെ ഗ്ലിസറിൻ, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന എസൻഷ്യൽ ഓയിൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആയുർവേദ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ഡ്രോപ്പ് ഏതെങ്കിലും കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതും ചെറുതായിട്ടില്ല. എസൻഷ്യൽ ഓയിൽ 10 ml, ഗ്ലിസറിൻ 15 ml ആയിരുന്നു, ഇത് 10 ml. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് കുപ്പിയിലാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ.
ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിത് എത്രയോ അളവ് വേണ്ടതെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജസ്റ്റ് ഒന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. 2 കൈയിലാക്കുക, കൈയുടെ പുറകിൽ, പിന്നെ വിരലുകളിലെല്ലാവരും, പിന്നെ പിന്നെ അറിയാമല്ലോ, നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ? ഈ ന്യൂസിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമല്ലേ? നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്